Hi, welcome to Lash Class. BA English ഫസ്റ്റ് സെമിസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ വാട്ട് ഹീ സെഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സംഘകാല തമിഴ് കവിയത്രി ഔവയ്യാർ എഴുതിയിട്ടുള്ള ചെറിയൊരു റൊമാൻറ്റിക് പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിൽ തീംസ്, ലിറ്റററി ഡിവൈസസ് തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ഓ ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു. അപ്പോൾ അവൻ അവൻ്റെ കാമുകിയോടാണ് സംസാരിക്കുന്നത്. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലേ? ആൻഡ് തിങ്കിങ് ഓഫ് യു ഡിഡ് ഐ നോട്ട് തിങ്ക് ആൻഡ് തിങ്ക് അഗെയിൻ ഓഫ് യു. അങ്ങനെ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിന്നെക്കുറിച്ച് തന്നെ ഞാൻ ചിന്തിച്ചിരുന്നില്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആൻഡ് ഈവൻ ആസ് ഐ തോട്ട് ഓഫ് യു വാസ് ഐ നോട്ട് ബാഫിൾഡ് ബൈ ദ വേൾഡ്സ് ഡിമാൻഡ്സ് ദാറ്റ് ഹെൽഡ് മീ ടു മൈ വർക്ക്. അപ്പോൾ അയാൾ പറയുന്നത്, അങ്ങനെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും ഞാൻ സ്തബ്ധനായിരുന്നില്ലേ? വാസ് ഐ നോട്ട് ബാഫിൾഡ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദ വേൾഡ്സ് ഡിമാൻഡ്സ്, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാരണം കൊണ്ട് ഞാൻ ഈ ജോലിയിൽ തന്നെ തുടരേണ്ടി വരുന്നു എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ എന്നിട്ടും ഈ ജോലിയിൽ ഇരിക്കുമ്പോഴും നിന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഈ പോയത്തിലെ സ്പീക്കർ പറയുന്നു. ഓ ലവ് ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലേ? ആൻഡ് തിങ്ക് ഓഫ് യു ടിൽ ഐ വിഷ്ഡ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് വരേക്കും ചിന്തിച്ചിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നു. ഐ വെർ ഹിയർ ടു സേറ്റ് മൈ പാഷൻ. എനിക്കെൻ്റെ വൈകാരികതയുടെ ദാഹം തീർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ടിൽ ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ. ആഗ്രഹങ്ങളുടെ ഈ ഫ്ലഡ്, അവിടെ ആഗ്രഹങ്ങളുടെ പ്രളയം പോലെ അണപൊട്ടി ഒഴുകുകയാണ് അവിടെ എന്നാണ് നമ്മുടെ ഈ സ്പീക്കർ പറയുന്നത്. That once when the branch of the tall tree would thin till I can bend and scoop a drink of water with my hands. ഉയരമുള്ള ഈ മരത്തിന്റെ ശാഖകളെ വരെ നനയ്ക്കുന്ന തരത്തിൽ ഇവിടെ ആഗ്രഹങ്ങൾ അണപൊട്ടൊഴുകുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ആ പ്രളയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ വൈകാരികതയുടെ ദാഹം കുടിച്ചു തീർത്തുകൊണ്ട് അത് ഒരു താഴെയുള്ള നിരപ്പിലേക്ക്, അദ്ദേഹത്തിന് കൈകൊണ്ട് വെള്ളം കോരിയെടുക്കാവുന്ന ഒരു നിരപ്പിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ നമ്മളിവിടെ കാണുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജറിയാണ്, ഒരു സിംബോളിസം നമ്മൾ കാണുന്നു. ആ ഒരു ആഗ്രഹത്തെ, പ്രണയത്തെ അണപൊട്ടി ഒഴുകുന്ന പ്രണയമായിട്ട് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നു. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ആ ദാഹം തീർത്തതിന് ശേഷം അത് കുടിച്ചു വറ്റിക്കുക എന്നല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് അത് കുടിച്ച് അതിന്റെ ജലനിരപ്പ് താഴ്ത്തിയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് അതിൽ നിന്ന് ജലം കോരിയെടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വൈകാരികതയും സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തതാണ്. അതിങ്ങനെ അണപൊട്ടി ഒഴുകുന്ന പ്രളയം പോലെ അദ്ദേഹത്തെ വിരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കാമുകിയോട് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമ്മുടെ ഓഥറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഔവയ്യാർ is a renowned Tamil poet, often associated with the Tamil moral literature and philosophical poems. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘകാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കവിയത്രിയായിരുന്നു ഔവയ്യാർ. അവരുടെ കവിതകളിൽ നമ്മൾ മോറൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ്, ധാർമ്മികതയും അതുപോലെ തന്നെ ഫിലോസഫിയുമാണ് നമ്മൾ കാണാറുള്ളത്. The works reflect wisdom and deep emotional insight. അവരുടെ കവിതകളിൽ നമുക്ക് വിസ്റ്റം, ഒരു അറിവ്, ജ്ഞാനം കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡീപ്പ് ഇമോഷണൽ, അതിവൈകാരികതയും നമുക്ക് കഴിഞ്ഞ കവിതയിൽ ഉണ്ടായതുപോലെ കാണാൻ കഴിയും. അഡ്രസ്സിംഗ് തീംസ് ഓഫ് ലവ്, ഡിവോഷൻ ആൻഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണതകളും അതുപോലെ തന്നെ പ്രണയം, നമ്മൾ കഴിഞ്ഞ കവിതയിൽ കണ്ടതുപോലെ അത്തരത്തിലുള്ള തീമുകളൊക്കെയാണ് ഇവരുടെ കവിതകൾക്കകത്ത് പൊതുവിൽ ഉണ്ടാവാറുള്ളത്. പിന്നെ പോയത്തിന്റെ ഫോമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പോയം ഈസ് സ്ട്രക്ചർഡ് ഇൻ ഫ്രീ വേഴ്സ്. നമുക്ക് കാണാൻ കഴിയാവുന്നതുപോലെ ഫ്രീ വേഴ്സിലാണ് പോയം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു റൈമിംഗ് സ്കീമോ മീറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റിഫ്ലക്ടിങ് എ മോഡേൺ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റൈൽ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന തരത്തിലൊരു കോൺവെർസേഷൻ പോലെയാണ് നമ്മൾ പോയം കാണുന്നത്. ഫോക്കസിങ് ഓൺ ദി ഇമോഷൻസ് ഓഫ് ലവ്, ഡിസയർ ആൻഡ് ദി കൺഫ്ലിക്ട്സ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ പേഴ്സണൽ ഫീലിംഗ്സ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു പ്രണയം, അതുപോലെ തന്നെ ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളുടെ ഒരു തീവ്രതയും
അതുപോലെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കകത്ത് പെട്ടുകിടക്കുന്ന സമയത്തുള്ള ഒരു അവസ്ഥയും ഒക്കെയാണ് ഈ ഒരു പോയത്തിനകത്ത് നമ്മൾ കാണുന്നത്. അതിന്റെ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രീ വേഴ്സ് നമ്മൾ പറഞ്ഞു, അതിന് റൈമോ മീറ്ററോ ഒന്നുമില്ല. കൂടാതെ തന്നെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റൈലിലാണ്, അതായത് ഒരാളുടെ കാര്യങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ പോയം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട തീംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തെ തീം ലോങ്ങിങ് ആൻഡ് ഡിസയർ തന്നെയാണ്. The speaker is consumed by thoughts of love, expressing deep yearning for their beloved. ലോങ്ങിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാത്തിരിപ്പ്, ഒരു വേർപാടിന്റെ ദുഃഖം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് തന്നെ ചിന്തിച്ച് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ഈ പോയത്തിലുള്ള തീമായിട്ട് കാണുന്നത്. കൺഫ്ലിക്ട് ബിറ്റ്വീൻ ലവ് ആൻഡ് ഡ്യൂട്ടി. പിന്നെ വരുന്നത് ഈ ഒരു ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും പ്രണയവും തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. The speaker reflects on the difficulty of balancing worldly duties with their overwhelming emotions of love. അപ്പോൾ അവരുടെ പ്രണയിനിയെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ലോകത്തിന്റെ ആവശ്യങ്ങളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യവും അതുപോലെ ഈ ഒരു ഇന്നർ ലൈഫ്, അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ആ ഒരു പ്രണയവും അത് തമ്മിലുള്ള ഒരു കൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഈ പോയത്തിൽ മറ്റൊരു തീമായിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് ഇന്റൻസിറ്റി ഓഫ് പാഷൻ ആണ്. The metaphor of the flood of desire highlights the speaker's intense passion which they long to satisfy. പിന്നെ പ്രണയത്തെ ഒരു പ്രളയവുമായിട്ട് അവിടെ ഉപമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരു ഫ്ലഡ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ എത്ര തീവ്രമായിട്ടുള്ള ഒരു വൈകാരികതയാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ള കാര്യം കൂടി അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിന്റെ ഒരു തീവ്രത, അതിവൈകാരികത എന്നുള്ള നിലയിൽ പ്രണയത്തെ നമ്മൾ നോക്കി കാണുക എന്നുള്ളൊരു തീം കൂടി നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയും. പിന്നെ ഇതിൽ ലാസ്റ്റ് വരുന്നത് ഫ്ലഡിന്റെ മെറ്റഫർ ആണ്. നമ്മൾ കണ്ടിരുന്നു ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നത്. ദ ഫ്ലഡ് സിംബലൈസസ് ദ സ്പീക്കേഴ്സ് ഇന്റൻസ് ആൻഡ് അൺകൺട്രോളബിൾ ഇമോഷൻസ്. അദ്ദേഹത്തിന്റെ അടക്കാൻ കഴിയാത്ത ആ ഇമോഷൻസിന്റെ സിംബലായിട്ടാണ് അവിടെ പ്രണയത്തെ ഒരു പ്രളയവുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. റെപ്രസെന്റിങ് ഹൗ പവർഫുൾ ആൻഡ് ഓവർവെൽമിങ് ലവ് ക്യാൻ ബി. അപ്പോൾ ആ വികാരങ്ങളൊക്കെ എത്ര തീവ്രമാക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ കാണുന്നു. ദിസ് മെറ്റഫർ എംഫസൈസസ് ദ ഷിയർ ഫോഴ്സ് ഓഫ് ദ സ്പീക്കേഴ്സ് പാഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പാഷൻ, അദ്ദേഹത്തിന്റെ ഒരു വൈകാരികത, അദ്ദേഹത്തിന്റെ ഫീലിങ്സ്, അദ്ദേഹത്തിന്റെ ഈ ഒരു സ്നേഹം, പ്രണയം ഒക്കെ എത്ര തീവ്രമാണ് എന്നുള്ളത് ഈ ഒരു പ്രളയവുമായിട്ട്, ഫ്ലഡുമായിട്ട് ഈ ഒരു ഡിസയറിനെ കമ്പയർ ചെയ്യുന്ന ഒരു മെറ്റഫറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലിറ്റററി ഡിവൈസസിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ആ ഒരു ഇമേജറിയും മെറ്റഫറുമാണ്. മറ്റു കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, അതുപോലെ essay ക്വസ്റ്റ്യൻസ്, നോട്ട്സ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.